ഇതിനേക്കാളൊക്കെ ഒരു സിനിമയ്ക്ക് റിവ്യൂ അല്ല ഇത്. ഇതൊരു ആക്ച്വലി റിവ്യൂ അല്ല. ഒരു വലിയൊരു കാലഘട്ടത്തിനെ വീണ്ടും കണക്ട് ചെയ്ത ഒരു മെമ്മറി ബോണ്ടിങ്ങാണ്. നമുക്കിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ കടന്നു വന്ന കഥാപാത്രങ്ങളിൽ നമ്മളെയൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഈ പറയുന്ന കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയമാണ്. പലപ്പോഴും തിയേറ്ററിൽ ഇരുന്ന് ഇവരിങ്ങനെ ഈ ഡയലോഗ്സ് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഞാനും ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് പതിഞ്ഞു പോയ കുറേ പരിപാടികളാണ്. ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. ഒരു 18 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥ പറയാം. അതായത് ചോട്ടാ മുംബൈ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങുന്ന സമയം രാജമാണിക്യം സംവിധാനം ചെയ്ത അൻവർ റഷീദിൻ്റെ സിനിമ ഇടയ്ക്കിടയ്ക്ക് ടി വിയിലൊക്കെ ഇതിൻ്റെ ട്രെയിലർ പാട്ടുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര കൗതുകമായി ഈ ഒരു സിനിമ കാണണം എന്നുള്ളൊരു തോന്നലുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിലും വെക്കേഷൻ ടൈമുകളിലൊക്കെ റിലീസാവുന്ന സിനിമകൾ ഞാനും എൻ്റെ കസിനും കൂടെ ഒന്നിച്ച് പോയി തിയേറ്ററിൽ കാണാറാണ് പതിവ്. അത്രയും ചെറുപ്പത്തിൽ തന്നെ നമുക്കങ്ങനെ സിനിമ കാണാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. തിയേറ്റേഴ്സിലേക്ക് കുട്ടികളായിട്ടുള്ളവർ ഒറ്റയ്ക്ക് ചെല്ലുക, അവിടെ ചെന്ന് സിനിമകൾ കാണുക, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരിക. ആ വെക്കേഷൻ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നൊരു ധർമ്മം നമുക്ക് കിട്ടിയതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ സിനിമകളും ഒറ്റയ്ക്ക് പോയി കാണാൻ കിട്ടുന്ന ആ ഒരു അവസരത്തിന് ഞങ്ങൾ വിനിയോഗിച്ചത്. അങ്ങനെയാണ് ചോട്ടാ മുംബൈ എന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ തിയേറ്ററിലേക്ക് പോകുന്നൊരവസരം ശരിക്കും പറഞ്ഞാൽ കൊല്ലം കുമാർ തിയേറ്ററും പ്രണവം തിയേറ്ററുമാണ് എൻ്റെ ഓർമ്മയിൽ അന്ന് രണ്ട് റിലീസ് കേന്ദ്രങ്ങൾ. മറ്റുള്ളിടത്ത് ഉണ്ടാവാം, ബട്ട് ഞാനത് ഓർക്കുന്നില്ല. ബട്ട് എനിക്ക് പോകാൻ താല്പര്യം പ്രണവം തിയേറ്ററിലാണ്. പക്ഷേ ഷോ ആദ്യം തുടങ്ങുന്നതാകട്ടെ കുമാർ തിയേറ്ററിലും. എന്നാൽ കുമാറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി കൂടുതലാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ടുമാണ്. ബട്ട് തിയേറ്ററിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ബാഡാണ്. അവിടെ ഇരുന്ന് കാണാൻ ഒരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ കുമാറിലേക്ക് തന്നെയാണ് ആദ്യം പോകേണ്ടി വന്നത്. കാരണം ഷോ ആദ്യം തുടങ്ങുന്നത് അവിടെയാണ്. അപ്പോൾ FDFS ആണല്ലോ, അത് കാണുക എന്നുള്ളൊരു ആവേശത്തോടു കൂടി കുമാറിലേക്ക് പോയി. പക്ഷേ തിരക്ക് കണ്ടപ്പോഴത്തേക്ക് ആകെ പേടിയായി. പിന്നെ അവസാനത്തെ ഏക ആശ്രയം എന്ന് പറയുന്നത് ആ ഗ്രില്ലിലൂടെ കയറി ടിക്കറ്റ് എടുക്കുന്നൊരു പരിപാടിയാണ്. വരിവരിയായിട്ട് നിന്ന് ടിക്കറ്റ് എടുക്കുന്നൊരു പരിപാടി. പക്ഷേ അവിടെയും കുറേ ബുദ്ധിമുട്ടിക്കുന്ന സംഭവങ്ങളുണ്ട്. അതായത് പരിസരവാസികളായിട്ടുള്ള കുറച്ച് അണ്ണന്മാരുണ്ട്. ഇവരാണ് ആ ഏരിയ ഭരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവരുടെ വരവ് തിയേറ്ററിലേക്ക്. റിലീസ് ദിവസങ്ങളിൽ തിയേറ്ററിലേക്ക് ഇരച്ച് കയറി വന്ന് ഈ ഗ്രില്ലിന് മുകളിലൂടെ ഒരാൾ പൊക്കം മാത്രമുള്ള ആ ഒരു സ്ഥലത്തിന് മുകളിലൂടെ ഇവർ അള്ളിപ്പിടിച്ച് തൂങ്ങിപ്പിടിച്ച് നമ്മുടെ തോളത്തൊക്കെ ചവിട്ടി കയറി പോകുന്നൊരു പരിപാടിയുണ്ട്. സോ ഇവന്മാരുടെ ആക്രമണത്തെ പേടിച്ചുകൊണ്ട് തന്നെ ഗ്രില്ലിൽ കയറാൻ ഞാൻ നല്ലപോലെ മടിക്കാറുണ്ട്. അത്യാവശ്യം നല്ല ചബ്ബിയായിട്ടുള്ള ഒരു ടൈമായിരുന്നത്. അങ്ങനെ ഗ്രില്ലിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഫൈനലി ഇവന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ ബ്ലാക്കിൽ ടിക്കറ്റ് മേടിച്ച ഒരുപാട് സിനിമകളുണ്ട്. അതവിടെ ഒരു സമ്പ്രദായമായിരുന്നു. ഗ്രില്ലിൽ ടിക്കറ്റ് കിട്ടാത്തവർക്ക് ബ്ലാക്കിൽ 30 രൂപ അല്ലെങ്കിൽ 50 രൂപ എക്സ്ട്രാ കൊടുത്താൽ ടിക്കറ്റ് കിട്ടും. സോ 30 രൂപയുടെ ടിക്കറ്റ് നമ്മൾ ചിലപ്പോൾ 60 രൂപ കൊടുത്തോ അല്ലെങ്കിൽ 50 രൂപയുടെ ടിക്കറ്റ് ചിലപ്പോൾ 100 രൂപ കൊടുത്തോ ഒക്കെ മേടിക്കുന്ന സാഹചര്യങ്ങളാണ്. അങ്ങനെ ഏതായാലും ഈ ഒരു സിനിമ കാണാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷേ കുമാറിലെത്തിയപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് അവിടെ കാണണ്ടെന്നായിരുന്നു. സ്വാഭാവികമായിട്ടും ഷോ ആദ്യം തുടങ്ങുന്നതുകൊണ്ട് തന്നെ വമ്പൻ തിരക്കും വമ്പൻ ജനാവലിയുമായിരുന്നു അവിടെ. അങ്ങനെ നേരെ ഞാൻ പറഞ്ഞു, നമുക്ക് നേരെ പ്രണവത്തിലോട്ട് വിടാം. ഇപ്പോൾ അവിടെ ആൾ കുറവായിരിക്കും. അവിടേക്ക് ആൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ടിക്കറ്റെങ്കിലും നമുക്ക് കിട്ടും. സോ ഇവിടുന്ന് ഓടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നൊരു ചെറിയ ഇടവഴി ഓടി നേരെ എത്തുന്നത് പ്രണവം തിയേറ്ററിലേക്കാണ്. വലിയ തിരക്കില്ല, എന്നാലും തിരക്കുണ്ട്. ബട്ട് അവിടെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നു. തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു അന്നത്തെ ടൈപ്പിലൊരു ഫെസ്റ്റിവൽ മൂഡാണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഫെസ്റ്റിവൽ വൈബിനെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അത് സിനിമയിലേക്ക് എത്തി. സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു. പതുക്കെ ഓരോ കഥാപാത്രങ്ങളുടെ എൻട്രി വരുന്നു. അവിടെ നമുക്ക് ഓരോരുത്തർക്കും ചിരിക്കാനുള്ള കുറേ എലമെൻറ്റ്സ് കിട്ടുന്നു. ഫൈനലി തല എന്ന് പറയുന്നൊരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ ഒരു എൻട്രിയൊക്കെ കൊണ്ട് വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് തിയേറ്ററിൽ ഇങ്ങനെ പൊള്ളിച്ചടുക്കി എന്ന് പറയത്തില്ലേ, നമ്മൾ ഏകദേശം ഒന്ന് 10th ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ആറുമാതിച്ച് ആലറെ വിളിച്ചുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ കിടന്ന് വമ്പൻ കൈയടിയും ബഹളവും. പിന്നീട് അങ്ങോട്ട് കഥാപാത്രങ്ങൾ ഓരോന്നായിട്ട് എൻട്രി ആവുന്നു. കഥയിലേക്ക് നമ്മൾ കടക്കുന്നു. ചിരിക്കുന്നു, ചിരിപ്പിക്കുന്നു, കുറേ ചെറിയ ഇമോഷൻസ്, അതിനിടയിലും വീണ്ടും ചിരി പൊട്ടുന്നു, അടി പൊട്ടുന്നു, അങ്ങനെ പല പല പരിപാടികൾ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫെസ്റ്റിവൽ വൈബിൽ ഈ സിനിമ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ടോട്ടലി എൻ്റർടൈൻ ചെയ്യിപ്പിച്ച അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ വിദേശ സിനിമകളിലേക്കൊന്നും അധികം കടന്നിട്ടില്ലാത്ത, എന്നാൽ കാണുന്നുണ്ട്, കുറേ സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ അത്ര കണ്ടങ്ങോട്ട് ഡീറ്റെയിൽ ചെയ്ത് കുറേ കാര്യങ്ങളിലോട്ട് പോവാതെ, എന്നാൽ കുറേ വലിയ വലിയ സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ആ സമയത്ത്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഒരു സിനിമയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ എൻ്റർടൈൻ ചെയ്ത് പൊളിച്ച് അർമാദിക്കുന്നൊരു സിറ്റുവേഷൻ. സോ 18 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽ ഉണ്ടല്ലോ, ഇന്ന് തിരിച്ച് വീണ്ടും ചോട്ടാ മുംബൈ എന്ന് പറയുന്ന അതേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു കൂട്ടം സുഹൃത്തുക്കളുമായിട്ട് തിയേറ്ററിലേക്ക് പോകുന്നു. അവർ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങളവിടെ ചെല്ലുന്നു, ഒന്നിച്ച് തിയേറ്ററിനുള്ളിലേക്ക് കയറുന്നു. അപ്പോൾ സാഗർ ഇലിയാസ് ജാക്കിയിലെ റിലോഡഡിലെ BGMവും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പൊളിക്കുകയാണ്. അതിനുള്ളിലേക്ക് പതുക്കെ കടന്നു കഴിഞ്ഞു. എനിക്ക് പഴയ പ്രണവം തിയേറ്ററിനുള്ളിലേക്ക് കയറിയ അതേ ഫീൽ.
എല്ലാവരും ഒരു ഫെസ്റ്റിവൽ വൈബിലേക്ക്. കാലം ഒരുപാട് മാറിയതിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അന്ന് ഫോണൊക്കെ വളരെ വിരളമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൈമാണ്. അന്ന് ഇങ്ങനെ ഫോണും പരിപാടികളൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ട്. ലാലേട്ടൻ്റെയൊക്കെ എൻട്രി വരുന്ന സമയത്ത് വലിച്ച് കീറി അറിയാം പേപ്പേഴ്സ് ഇങ്ങനെ കീറി 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 പരിചയമുള്ളവരും പരിചയം ഇല്ലാത്തവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് ഇരിക്കുന്നൊരു പരിപാടി. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസ് ആണ്, ഫ്ലാഷ് ലൈറ്റ്സ് ആണ്. തിയേറ്റേഴ്സിലേക്ക് ഓരോരുത്തരുടെ എൻട്രിക്ക് ഓരോ ഫ്ലാഷ് ലൈറ്റ്സ് ആണ് മിന്നുന്നത്. ബട്ട് എന്നിരുന്നാലും കുറച്ച് സുഹൃത്തുക്കൾ എവിടെ നിന്നൊക്കെയോ വന്നിട്ട്, എനിക്ക് പരിചയമില്ല അവരെ, ബട്ട് അവർ ഒരു കവർ നിറയെ പേപ്പറൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്കത് കണ്ടപ്പോൾ ആ ഒരു പഴയ കാലം പെട്ടെന്ന് കണക്റ്റായി. സിൻസിയർലി നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അന്നത്തെ പോലെ തന്നെ ഈ സിനിമ വീണ്ടും കണ്ടു തുടങ്ങുമ്പോൾ കഥാപാത്രങ്ങളുടെ എൻട്രി, തല വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തിയേറ്ററിലുള്ള ആർപ്പുവിളി, ബഹളങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കണ്ടു. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാൽ എന്ന നടൻ്റെ ഒരു ഓറ എത്രത്തോളം വലുതാണെന്നുള്ളത് ഈ ഇത്തരത്തിലുള്ള റീ റിലീസിങ് കേന്ദ്രങ്ങളിൽ പോലും ഹൗസ്ഫുൾ ഷോകൾ കളിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആ മനുഷ്യൻ്റെ നെഗറ്റീവ് സിനിമകൾ വരുമ്പോൾ നമ്മൾ ഇപ്പം ഇൻക്ലൂഡിങ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടെ നെഗറ്റീവ്സ് പറയും. കാരണം മോഹൻലാൽ എന്ന നടൻ്റെ പൊട്ടൻഷ്യൽ അത്രത്തോളം വലുതാണ്. അദ്ദേഹം ഇങ്ങനെ ചെറിയ ചെറിയ ഊള സിനിമകൾക്കൊന്നും പോയി തലവെച്ച് കൊടുക്കേണ്ട ഒരു മനുഷ്യനല്ല. അയാൾ വിസ്മയിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. സോ അത്തരത്തിൽ വിസ്മയിപ്പിക്കാനുള്ള കഥാപാത്രങ്ങൾ തേടി തേടി പോകേണ്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ എവിടേക്കോ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഇങ്ങനെ അടച്ചിട്ട പോലെയായിരുന്നു ഫീൽ ചെയ്തത്. ബട്ട് റീസെൻ്റ്ലി തുടരും കണ്ടപ്പോഴത്തേക്ക് അഴിച്ചു വിട്ട കൊമ്പൻ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്കായിരുന്നു കണ്ടത്. സോ ചോട്ടാ മുംബൈയിലേക്ക് വരുമ്പോൾ തല എന്ന് പറയുന്നൊരു കഥാപാത്രം, വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് മോഹൻലാൽ എന്ന നടൻ്റെ കയ്യിൽ എത്രത്തോളം ഈസി ആയിരുന്നു എന്നുള്ളത് ഈ ഒരു 18 വർഷത്തിനിടയിൽ കണ്ട ഇത്രയും സിനിമകളിൽ നമുക്ക് സിംപ്ലി മനസ്സിലാക്കാൻ പറ്റും. അന്നും FDFS തിയേറ്ററിൽ കാണാൻ പറ്റി. ഇന്നും തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് റീ റിലീസിങ്ങിന് സൗകര്യപ്രദം വളരെ സമാധാനപൂർവ്വം പോയിരുന്ന് കാണുന്നു. ഇതിനിടയിൽ എത്രയോ തവണ ഈ സിനിമ നമ്മൾ TV സ്ക്രീനുകളിൽ കണ്ടിരിക്കുന്നു. പക്ഷേ അന്നൊന്നും നമുക്ക് TV സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിനേക്കാൾ ഒരു പടി മുമ്പിലായിരുന്നു തിയേറ്റർ സ്ക്രീനിലേക്ക് വീണ്ടും ആ കഥാപാത്രങ്ങളെ 18 വർഷങ്ങൾക്കിപ്പുറം നമുക്ക് കാണാൻ പറ്റുമ്പോൾ കിട്ടുന്നൊരു ഫീല്. ഇതിനകത്ത് കലാഭവൻ മണി എന്ന് പറയുന്ന അതുല്യ നടൻ സ്ക്രീനിലേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു ഒരു ഫീലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ മിമിക്രിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന മണിച്ചേട്ടനൊക്കെ അന്ന് ഇറക്കി വിട്ടുകൊണ്ടിരുന്ന കാസറ്റുകളിൽ നിന്ന് കേട്ട് പഠിച്ച കുറേ പരിപാടികളാണ്. അന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഒരു അവർ നമുക്ക് ഈ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് എന്തെങ്കിലും സ്കിറ്റുകളോ കോമഡികളോ ഒക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും പ്രോഗ്രാംസ് നമ്മൾ അവതരിപ്പിച്ചിരിക്കണം. കാരണം നമ്മുടെ എക്സ്ട്രാ കരിക്കുലം പരിപാടികളാണ് അവിടെ സംഭവിക്കുന്നത്. സോ എനിക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ ഉള്ള പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി ആയിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട് പഠിച്ചിട്ടുള്ളത് ദൈവമാവേലി കുമ്പത്തും മണിച്ചേട്ടൻ്റെ ഇങ്ങനെ കുറേ സംഭവങ്ങളും ദിലീപേട്ടനും ഇങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുടെ ശബ്ദങ്ങളിലൂടെ, ഇന്നസെൻ്റ് ചേട്ടൻ്റെയൊക്കെ സൗണ്ടുകളിലൂടെ അവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കുറേ കോമഡികളെ ഞാനിങ്ങനെ കേട്ട് പഠിച്ചിട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്ന കോമഡി എലമെൻറ്റ്സ് യൂസ് ചെയ്ത് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള മഹിൻ ഷാ, ഷജാസ് ഇവരൊക്കെ ആയിട്ട് പോയിരുന്നിട്ട് ഞങ്ങൾ ആ പ്രോഗ്രാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഞങ്ങളൊരു സ്കിറ്റ് പോലെ ഒരു പരുവത്തിലേക്ക് എത്തിച്ചിട്ട് ഞങ്ങളിത് അവിടെ പ്രസൻറ്റ് ചെയ്യും. സോ അന്ന് നമുക്ക് കിട്ടുന്ന കയ്യടികൾ, അതിൻ്റെ യഥാർത്ഥ കാരണക്കാരെന്ന് പറയുന്നത് ഈ പറയുന്ന മണിച്ചേട്ടനും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളാണ്. മണിച്ചേട്ടൻ, നാദിർഷ, നർഷിക, അതുപോലെ തന്നെ ദിലീപേട്ടൻ, ഇവരൊക്കെ പറയുന്ന തമാശകളെ കേട്ട് പഠിച്ചും കാണാതെ പഠിച്ചുമൊക്കെ ക്ലാസ് റൂമുകളിൽ അവതരിപ്പിച്ചൊരു കുട്ടിക്കാലവും നമുക്കുണ്ടായിരുന്നു. സോ അപ്പോൾ മണിച്ചേട്ടൻ വീണ്ടും ഇങ്ങനെ സ്ക്രീനിലേക്ക് ഇങ്ങനെ നടേശൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇമോഷൻസും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന നടൻ്റെ നമ്മുടെ രാജംബി ദേവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ആടി ആടിയുള്ളൊരു ചിരിയും പെർഫോമൻസുകളും ഒക്കെ എത്ര ഗംഭീരമാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അപ്പനിപ്പോൾ എന്ത് ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ എക്സ്പ്രഷൻസും പരിപാടികളും, പിന്നെ ഷക്കീലെ കാണാൻ വരുമ്പോഴുള്ള സീനുകളും, അവിടെയൊക്കെ മോഹൻലാൽ എന്ന് പറയുന്നൊരു നടനെ ഇങ്ങനെ വളരെ ഫ്രീ മൈൻഡോട് കൂടി അഴിച്ചു വിട്ട് കഴിയുമ്പോൾ കിട്ടുന്ന കുറേ സംഭവങ്ങളുണ്ട്. മോനെ സബാട്ടി വാടാ പാലും വെള്ളം മേടിച്ച് തരാടാ എന്നൊക്കെ പറയുന്ന ആ ഡയലോഗിലെ അയാളുടെ സിംപ്ലിസിറ്റി, ഈസിനെസ് ഒക്കെ നമുക്കിങ്ങനെ എത്രത്തോളം കണ്ടാലും മതി വരില്ല. അത്രയും മനോഹരമായിട്ടാണ് മോഹൻലാൽ എന്ന നടൻ തൻ്റെ കഥാപാത്രത്തെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റീസെൻ്റായിട്ട് നമുക്കിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ കടന്നു വന്ന കഥാപാത്രങ്ങളിൽ നമ്മളെയൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഈ പറയുന്ന കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയമാണ്. പലപ്പോഴും തിയേറ്ററിൽ ഇരുന്ന് ഇവരിങ്ങനെ ഈ ഡയലോഗ്സ് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഞാനും ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് പതിഞ്ഞു പോയ കുറേ പരിപാടികളാണ്. ആ എക്സ്പ്രഷൻസിൻ്റെ മോഡുലേഷൻസ് പോലും പലപ്പോഴും നമുക്ക് കിട്ടും. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊരു 18 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഈ സിനിമ വീണ്ടും ഇങ്ങനെ ഇരുന്ന് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞത് അതിനേക്കാളും വലിയൊരു സന്തോഷം വേറെയില്ല. ശരിക്കും പറഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ട് ആ ഒരു തിയേറ്റർ മോഡ് അന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇന്നും പുതിയ വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ആ വൈബിനൊപ്പം നമ്മളും ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സിനിമ വീണ്ടും പുതിയൊരു സിനിമ കാണുന്ന പോലെ തന്നെയാണ് കണ്ടത്. അത്രയും ഫ്രഷ്നെസ് ആ ഫിലിമിനുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇറങ്ങുന്ന പല സിനിമകളും സെക്കൻഡ് ടൈം വാച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് ഇത്തരത്തിലുള്ള ചില സിനിമകൾ തിയേറ്ററിലേക്ക് വീണ്ടും വരുമ്പോൾ നമ്മൾ അതിശയിക്കും. എന്താണ് ഇതിനകത്തുള്ളൊരു മാജിക്? അതാണ് സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് ആക്ച്വലി. ആ മാജിക്ക് നമ്മളെങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ളിലെ ഇപ്പോൾ ജഗതി ചേട്ടൻ്റെ കഥാപാത്രം വടക്കം ബഷീറിൻ്റെ ഒരു ഇൻട്രോ തന്നെ ഭയങ്കര രസമാണ്. അയാളുടെ ആ ഒരു ഇൻട്രോയിൽ അയാൾ കാണിക്കുന്ന കുറേ പരിപാടികളും ബാങ്കിനുള്ളിനകത്ത് വെച്ചിട്ട് ഞാൻ 100 വെച്ച് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ സ്റ്റിൽ നമ്മൾ കാണുമ്പോൾ ചിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ലെജൻസാണ്. ഇബ്രാഹിം ചേട്ടൻ്റെ കുറച്ച് സംഭവങ്ങൾ, അതുപോലെ തന്നെ സിദ്ദിഖിൻ്റെ കുറേ സംഭവങ്ങൾ, മണിക്കുട്ടൻ്റെ, ബിജുക്കുട്ടൻ്റെ ഇൻട്രോ എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര കിടിലമാണ്. സോ എഴുതി വെച്ച ആ ഒരു ക്യാരക്ടർ ആർക്കിനെ ഇത്രയും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്ത് വെക്കുകയും ഒരു 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 വലിയൊരു കാലഘട്ടത്തിന് ഇപ്പുറത്തേക്ക് വീണ്ടും അത് പ്രസൻറ്റ് ചെയ്ത് വരുമ്പോൾ അതിനെ എൻജോയ് ചെയ്യാൻ ഇപ്പോഴത്തെ ആൾക്കാരും ഫാമിലികളും ഒക്കെ തിയേറ്ററിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. കാരണം അത്രയും മനോഹരമായിട്ടാണ് അവരുടെ കഥാപാത്രങ്ങളെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ രാജിൻ്റെ ആ മ്യൂസിക്കിൻ്റെ ഒക്കെ ഒരു ഫ്രഷ്നെസ് സ്റ്റിൽ തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ഒന്നും പറയാനില്ല. എന്ത് രസമാണ് ഈ പടത്തിന്. ഇനിയും ഞാൻ ഒന്നുകൂടെ പോയി കഴിഞ്ഞാൽ സ്റ്റിൽ ഫുൾ ഇത്രയും കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ചിരിക്കും. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത്. ടോട്ടലി ചോട്ടാ മുംബൈ വീണ്ടും കാണുമ്പോൾ ഒരു കാലഘട്ടത്തിനിടയിലൂടെ കടന്നുപോയ കുറേ സംഭവങ്ങളെ കൂടെ ഓർക്കാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, എൻജോയ് ചെയ്യാൻ പറ്റി. വാഹ്! ഇതിനേക്കാളൊക്കെ ഒരു സിനിമയ്ക്ക് റിവ്യൂ അല്ല ഇത് ആക്ച്വലി റിവ്യൂ അല്ല. ഒരു വലിയൊരു കാലഘട്ടത്തിനെ വീണ്ടും കണക്ട് ചെയ്ത ഒരു മെമ്മറി ബോണ്ടിങ് ആണ്. അത് ഭയങ്കര സുഖമുണ്ടായിരുന്നു. സോ ഞാൻ വണ്ടിയെടുത്ത് രാത്രി തിരിച്ചിങ്ങനെ ആളില്ലാത്ത ഈ വഴി കൂടെയൊക്കെ ഇങ്ങനെ ഓടിച്ച് വരുമ്പോൾ പഴയ കാലത്തെ കുറേ മെമ്മറീസിനെ ഇങ്ങനെ വീണ്ടും നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റി. ഒരൊറ്റ സിനിമയിലൂടെ നമ്മളത് വീണ്ടും ഒരു റീ റിലീസ് കാണാൻ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, ഒരു ബിഗ് തിങ് ആണ്. സോ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് തന്നെ ഒരുപാട് നീണ്ടുപോയൊരു വീഡിയോ ആണ്. എൻ്റെ മെമ്മറീസാണ്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് പറഞ്ഞത്. സോ വെരി സോറി ഇത്രയും നീണ്ടുപോയതിൽ. ഈ വീഡിയോ ഫുള്ളായിട്ട് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് കാണുന്നവരോട് ഞാൻ പറയുകയാണ്, ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസുകളായിരുന്നു, എൻ്റെ മനസ്സിലെ കുറേ കാര്യങ്ങളായിരുന്നു, എൻ്റെ ഹാപ്പിനെസ് ആയിരുന്നു. അത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമ്പോൾ, അതിലൂടെ വീണ്ടും എനിക്ക് കടന്നുപോയ കാലങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റുമ്പോൾ, അതൊക്കെ ഒരു സിനിമയിലൂടെ തന്നെ എനിക്ക് സംഭവിക്കുമ്പോൾ ഞാൻ വീണ്ടും ഹാപ്പിയാണ്. എനിവേ കൂടുതലൊന്നും പറയാനില്ല. ചോട്ടാ മുംബൈ തിയേറ്റേഴ്സിലുണ്ട്. എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി എക്സ്പീരിയൻസ് ചെയ്യുക. പണ്ട് തിയേറ്ററിൽ പോയി അടിച്ച് പൊളിച്ച് ഈ സിനിമ കണ്ടവർ വീണ്ടും തിയേറ്ററിൽ വിട്ടോ പുതിയ വൈബിൽ, പുതിയ മോഡൽ നമുക്ക് വീണ്ടും തലയും പിള്ളേരെയും കാണാം. അമ്മാതിരി വൈബായിരിക്കും. സോ എൻജോയ് എക്സ്പീരിയൻസ് ഇൻ തിയേറ്റേഴ്സ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇൻഷോട്ട് മല്ലു വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വരും. വ്യൂസ് കുറവായിരിക്കും, പക്ഷേ സ്റ്റിൽ ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇനിയും കണ്ടിന്യൂ ചെയ്യും. പുതിയ വീഡിയോസുമായിട്ട് നമ്മളും തുടരും. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും